ലച്ചുവേ നിനക്കിതെന്ത് പറ്റിയത്? ഇതെന്തോന്ന് എഴുതി വെച്ചിരിക്കണ? അമ്മ നീതി പാലിക്കാനാ? ചിറ്റപ്പ രാവിലെ അത്രയും കളിയാക്കിയിട്ട് ഞാനൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ. എന്റെ പൊന്നു മോളെ അടി, അത് ചേട്ടത്തി ചുമ്മാ പറഞ്ഞത്, തമാശക്ക് പറഞ്ഞതായിരിക്കും. എന്താ കൂടുതൽ ഷോ കാണിക്കാതെ തരുവാ? സൗകര്യമില്ല. എവിടെ ലച്ചുവേ അപമാനിക്കപ്പെട്ടിരിക്കുക. ഇനിയിപ്പൊ അമ്മ വന്ന് മാപ്പ് പറയാൻ ഞാൻ തൊടു തീർത്തോളൂ. നടന്നതല്ലേ എന്നെ നടക്കും, കാണണോ? അതെ മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കുവോ? ഇല്ല ഇറ്റപ്പ, എനിക്ക് വാശിയ. കേശവേ ഞാനൊന്നും വരില്ല അകത്തോട്ട്. ചേച്ചി നല്ല ദേഷ്യത്തിലാണ്. ഞാനും. ഒറ്റ പ്രാവശ്യവും ഞാൻ പറയുള്ളൂ, പിന്നെ ഞാൻ പറയില്ല, പ്രവർത്തിക്കുള്ളൂ. കേട്ടല്ല? കേറിപ്പോ അകത്തേക്ക്. അല്ലെങ്കിൽ തന്നെ ഞങ്ങള് സഹോദരങ്ങളല്ലേ. ചേച്ചി എന്ന് പറഞ്ഞൊന്നും വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ ബോർഡും കുത്തി പിടിച്ചിരിക്കണേ എത്ര നേരം ഞാൻ അടിക്കും അല്ലേ? എനിക്കങ്ങനൊന്നുമില്ല. ഞാൻ അല്ലേ അകത്തോട്ട് കയറി വരാൻ തുടങ്ങുമായിരുന്നു. ബോർഡ് കോട്ടാ. അപ്പൊ നിനക്ക് എന്റെ സോറി വേണ്ടേടാ? ഇരിക്കുന്നതിന്റെ ചേച്ചിയുടെ സോറി. തന്നെ ഈ പാഴ്ത്തടി എന്ന് പറഞ്ഞാൽ അത്ര പാഴൊന്നും അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപയോഗം കാണുമല്ലോ. ഒരു ഉപയോഗം ഇല്ലാത്തതിനെയാണ് പാഴ്ത്തടി എന്ന് പറയണത്. അപ്പൊ അങ്ങനെ തന്നെയാണെങ്കിൽ ഞാനങ്ങ് സഹിച്ച് പോരെ. നീ സഹിക്ക്. എന്തായാലും ഇതിന്ന് ഞാൻ പിന്മാറൂല, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. അതിനിപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ വടി കൊണ്ട് എന്നെ തല്ലി കൊന്നാലും ശരി, ഒരു കുഴപ്പമില്ല, ഞാൻ ഇതിന്ന് പിന്മാറൂല. മക്കളെ ലച്ചു, മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോ, വെറുതെ അടി വാങ്ങിച്ച് പിടിക്കാതെ. ലച്ചു അകത്തേറി പോടെ. ചേച്ചി നിന്നെ എടുത്തിട്ട് അടിക്കണാണോ? എനിക്ക് വയ്യ. ചേടാ, ഞാൻ എന്തിനാന്ന് അടി കൊള്ളുന്നേ? അപമാനിക്കപ്പെട്ടത് ഞാൻ, സഫർ ചെയ്യുന്നത് ഞാൻ, എല്ലാം അനുഭവിക്കുന്നത് ഞാനല്ലേ. അമ്മ സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ. പറഞ്ഞല്ലേ മോള്. ഇപ്പൊ എന്താ വേണ്ട? ഞാൻ മാപ്പ് പറയണം പോരെ? മാപ്പ് കേശേ, മാപ്പ്. ഇനിയിപ്പോ ഞാൻ കേറാമല്ലോ അല്ലേ? ഞാൻ കേറുവാ. എന്നോട് പ്രത്യേകിച്ച് പറയണ കയറിപ്പോടാത്ത് പോയി വല്ല കഴിക്കടാ. കഴിക്കാനാ? ഇഷ്ടപ്പം നേരത്തെ കൊണ്ടുവന്ന് തന്നു. ഇവിടെ തൊലി കളഞ്ഞു കഴിയടാ. എല്ലാം കഴിച്ചോളും, കുഴപ്പമില്ല. ശരി.